ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഹേ ബാലി, അങ്ങ് കവികളുടെ അരജനല്ലേ? പുത്രഭാര്യയെപ്പോലെയുള്ള രുമയെ ബലാൽ സ്വാധീനിച്ച അങ്ങേക്ക് ലോകമര്യാദയുണ്ടോ? അങ്ങയുടെ ഭരണത്തണലിൽ വാഴുന്നവരും ഇത്തരത്തിൽ അനുവർത്തിക്കില്ലേ? ധർമ്മം തെറ്റിച്ച ഒരു രാജാവിന് മറ്റൊരു ശിക്ഷയും ഞാൻ കാണുന്നില്ല. ക്ഷത്രിയ വംശജാതനായ എനിക്ക് അങ്ങയുടെ തെറ്റ് അക്ഷന്തിവ്യമായി തോന്നുന്നു. സഹോദരി, ഔരസപുത്രി, അനുജപത്നി എന്നിവരെ കാമാന്തതയാൽ പ്രാപിക്കുന്നൊരു രാജാവിനെ വധിക്കാം. ധരണീപാലകൻ ഭരതൻ, ഞങ്ങൾ ആ മഹാരാജാവിൻ്റെ ആജ്ഞാനുവർത്തികളും. അങ്ങ് ധർമ്മച്യുതി വരുത്തിയവൻ എങ്ങനെയാണ് വെറുതെ വിടുക? അധർമ്മകൃത്യങ്ങളെ ധാർമ്മിക പാലനത്താൽ നിർത്തുന്നവൻ. അമേയ ബുദ്ധിമാൻ. കാമചാരികളാണെങ്കിൽ ഏതൊരുവനും ശിക്ഷ കൽപ്പിക്കുന്നവൻ. മഹാരാജാ ഭരതൻ നിർദ്ദേശിച്ചതനുസരിച്ച് നടക്കുന്ന ഞങ്ങൾ അങ്ങയെപ്പോലെ അതിർത്തി വിട്ടു നടക്കുന്നവരെ അടക്കുവാൻ ഒരുങ്ങിയവരാണ്. എൻ്റെ അനുജൻ ലക്ഷ്മണനെ പോലെയാണ് മൈത്രി കൊണ്ട് സുഗ്രീവൻ ഇപ്പോൾ. സ്വന്തം പത്നിയെയും രാജ്യത്തെയും വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നവനുമാണ്. വാനര മധ്യത്തിൽ വെച്ച് ഞാൻ സത്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നെപ്പോലെയുള്ളവർക്ക് പറഞ്ഞ വാക്ക് നിർവഹിക്കേണ്ട ചുമതലയില്ലേ? ഇങ്ങനെ അനേകം ധർമ്മകാര്യങ്ങൾ ഒന്നിച്ചു ചേർന്നതിനാൽ അങ്ങയെ വധിക്കാതിരിക്കുവാൻ നിവൃത്തി ഇല്ലാതെ വന്നു. അങ്ങയെ ശിക്ഷിച്ചത് ഏറ്റവും യുക്തമായി എന്ന് മനസ്സിലാക്കൂ. ഏതു തരത്തിൽ ആലോചിച്ചാലും അങ്ങയെ ശിക്ഷിച്ചത് അന്യായമായി തോന്നുന്നില്ല. ധർമ്മത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവൻ സ്നേഹിതന് ഉപകാരം ചെയ്യണം. രാജാവായ അങ്ങയും ഇങ്ങനെ തന്നെയാണ് ആലോചിച്ചാൽ ചെയ്യേണ്ടതും. സദാചാരത്തെപ്പറ്റി മനുസ്മൃതിയിൽ പറഞ്ഞ പ്രകാരമാണ് ധർമ്മജ്ഞരായവർ ചെയ്തു വരുന്നത്. സ്മൃതിയിൽ 2 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: പാപം ചെയ്തിട്ടുള്ളവർ രാജാവിനാൽ ശിക്ഷിക്കപ്പെട്ടാൽ പുണ്യമുള്ളവരെ പോലെ സ്വർഗം പ്രാപിക്കും. അവർ ശ്രേഷ്ഠന്മാരാകും. കള്ളനെ ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും അവൻ്റെ പാപം ഒഴിയും. എന്നാൽ പാപം ചെയ്തവനെ ശിക്ഷിക്കാനാൽ ആ പാപം രാജാവിനെ തന്നെ ബാധിക്കും. ഒരു സന്യാസി അങ്ങു ചെയ്തതുപോലെയുള്ള അധർമ്മം ചെയ്തതിന് എൻ്റെ പൂർവികനായ മാന്ധാതാവ് മഹീപതി ഘോരദണ്ഡനം വിധിച്ചു. ഭൂപാലന്മാരുടെ അശ്രദ്ധ കൊണ്ട് മറ്റുള്ളവരും ഇത്തരം നിഷിദ്ധ കൃത്യം ചെയ്തേക്കാം. ഇങ്ങനെയുള്ള പാതക കർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് അങ്ങയെ നിഗ്രഹിച്ചത് ധാർമ്മിക നിയമം അനുസരിച്ച് തന്നെയാണെന്ന് മനസ്സിലാക്കൂ. ഇതിൽ കോപിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടിയെന്ന് മാത്രം. പ്രജകളുടെ കുറ്റങ്ങൾക്ക് യഥാന്യായം ശിക്ഷിക്കേണ്ട ആളാണ് രാജാവ് എന്ന് അങ്ങ് ഓർക്കണം. വാനര രാജാവെ, ഭരത മഹാരാജാവിൻ്റെ നിർദ്ദേശം അക്ഷരം പ്രതി അനുവർത്തിക്കുന്ന ഞങ്ങൾ യഥാർത്ഥത്തിൽ അസ്വതന്ത്രരും ആണ്. കപീശ്വര, അങ്ങയെ നിഗ്രഹിക്കുവാൻ മറ്റു കാരണങ്ങളുമുണ്ട്. യുക്തിയുക്തമായ വാക്കുകൾ കേൾക്കുമ്പോൾ അങ്ങ് കോപിക്കരുത്. പരിതാപമോ ദ്വേഷമോ എനിക്കില്ല. വല, കയറ്, പല വിധത്തിലുള്ള കെണികൾ എന്നിവയാൽ ഒളിച്ചു നിന്നോ വെളിവായി നിന്നോ മൃഗങ്ങളെ പിടിക്കുക പതിവുണ്ടല്ലോ. പേടിച്ചു ഓടുമ്പോഴോ ആത്മവിശ്വാസത്തോടെ സ്വസ്ഥതയിൽ ഇരിക്കുമ്പോഴോ അശ്രദ്ധയോടെ വസിക്കുമ്പോഴോ മാംസത്തിനു വേണ്ടി മനുഷ്യന്മാർ മൃഗങ്ങളെ അമ്പെയ്തു പിടിക്കാറുണ്ട്. അതിൽ ദോഷമില്ല. ധർമ്മജ്ഞരായ രാജഋഷിമാർ വേട്ടയാടുക പതിവില്ലേ? ആ നിലയിൽ ആലോചിച്ചാലും അമ്പയച്ച് അങ്ങയെ വധിച്ചതിൽ ന്യൂനത കാണുന്നില്ല. നേരിട്ട് പൊരുതിയാലും ഇല്ലെങ്കിലും അങ്ങൊരു ശാഖാമൃഗം തന്നെയല്ലേ? ദുഷ്പ്രാപ്യമായ ധർമ്മം, ശുഭമായ ജീവിതം ഇവ തരുന്നവർ രാജാക്കന്മാരാണ്, സംശയമില്ല. മറുത്തു പറയുകയോ അവരെ ആക്ഷേപിക്കുകയോ പഴിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യരുത്. രാജാക്കന്മാർ ഭൂമിയിൽ നടക്കുന്ന ദേവന്മാരാണ്. ധർമ്മമറിയാതെ കോപാന്തനായി അങ്ങ് പ്രപിതാമഹന്മാർ അനുവർത്തിച്ചു വന്നിരുന്ന ആചാരപ്രകാരം ജീവിക്കുന്ന എന്നെ പഴിക്കുകയാണ്. ധർമ്മസ്വരൂപിയായ കാകുസ്ഥൻ്റെ വാക്കുകൾ ബാലിക്ക് രോമാഞ്ചമുണ്ടാക്കി. ധർമ്മമാർഗം വിശദമായി കണ്ടു. അറിവില്ലാതെ പരുഷം ഓതിയതിൽ മാലിയെന്നു. കൈകൂപ്പി ദീനദീനം കപീശ്വരൻ. പ്രഭോ, അവിടുന്ന് അരുളി ചെയ്തത് ശരിയാണ്. പുരുഷോത്തമ, അതിവിഘ്നരായ യജമാനന്മാരോട് ഉത്തരമോതാൻ സാധാരണക്കാരന് സാധിക്കുകയില്ല. ആദ്യം ഞാൻ പറഞ്ഞതെല്ലാം ആലോചന കൂടാതെയാണ്. ആ ക്രൂരവാക്കുകളെ ദയാവാരതിയായ അവിടുന്ന് ക്ഷമിക്കണേ. രഘുവംശരത്നമായ അവിടുന്ന് ഞാൻ പറഞ്ഞതിൽ ദോഷം വിചാരിക്കരുത്. തത്വാർത്ഥങ്ങൾ അറിയുന്ന അവിടുന്ന് പ്രജകളുടെ ഇഷ്ടം ഓർക്കുന്നവനാണ്. കാര്യകാരണ വിജ്ഞാനം അവിടുത്തെ മനസ്സിനെ പരിശുദ്ധം ആക്കിയിരിക്കുന്നു. ധർമ്മമാർഗത്തിൽ നിന്ന് തെറ്റി അനേകം അകൃത്യങ്ങൾ ചെയ്തവനാണ് ഈ ഞാൻ. എന്നാലും
ധർമ്മമൂർത്തിയായ അവിടുന്ന് അധർമ്മ നിർമാർജനം ചെയ്യുന്ന വാക്കുകൾ അരുളി ചെയ്ത് അടിയനെ രക്ഷിക്കണേ. ചേറിലാണ്ട ഗജേന്ദ്രനെ പോലെ അവശനായ ബാലി ദേവനെ നോക്കി കണ്ണുനീർ കണ്ടത്തെ തടഞ്ഞു. ശബ്ദം പുറപ്പെടാതെ അല്പസമയം കഴിഞ്ഞു. ബാഷ്പപൂരിതങ്ങളായ നേത്രങ്ങളോടെ ഹരീന്ദ്രൻ തുടർന്നു. മഹാപ്രഭോ, എന്നെയോ താരയെയോ ബന്ധുക്കളെയോ കുറിച്ച് എനിക്ക് യാതൊരു വ്യസനവും ഇല്ല. സ്വർണ്ണ നിറമുള്ള ഉത്തമപുത്രൻ അംഗദനെ ഓർക്കുമ്പോൾ അതിലാളനയോടെ വളർത്തിയ അവൻ എന്നെ കാണാതാകുമ്പോൾ വെള്ളം വറ്റിയ കുളം പോലെ ശോഷിക്കും. ഇനിയും അവന് തൻ്റെ ഇടം വന്നിട്ടില്ല. എൻ്റെ ഒരൊറ്റ മകനായ ബാലനെ, താരാതനയനായ ഉണ്ണിയെ, അവൻ ബലവാനാണെങ്കിലും അവിടുന്ന് സംരക്ഷിക്കണേ. പ്രഭോ, സുഗ്രീവനിലും അംഗദനിലും അവിടുത്തെ തിരുവുള്ളം ഒപ്പം ഉണ്ടാകണേ. കാര്യാകാര്യങ്ങളിൽ രക്ഷാശിക്ഷകൾ നടത്തേണ്ടത് അവിടുന്നാണെന്ന് മനസ്സിലായി. ഭരതലക്ഷ്മണ കുമാരന്മാരിൽ അവിടുത്തേക്ക് തോന്നുന്ന പ്രീതി സുഗ്രീവനിലും അംഗദനിലും തോന്നണേ. ദേവ, എൻ്റെ കുറ്റങ്ങൾ അക്ഷുന്ധവ്യങ്ങളാണ്. അടിയൻ്റെ കണ്ണിലെ മൂടൽ നീങ്ങി എല്ലാം വ്യക്തമാകുന്നുണ്ട്. പ്രഭോ, താര അവൾ വെറും സാധുവാണ്. അവളിൽ സുഗ്രീവൻ പ്രതികാരം ചെയ്യാതെ അടക്കി നിർത്തണേ. അല്ലെങ്കിൽ അവിടുത്തെ അനുഗ്രഹത്തിന് രാത്രി ഭവിച്ചവരിൽ നിന്ന് ഭയമുണ്ടാകേണ്ട ആവശ്യമില്ല. തെറ്റുകൾ വരുന്നതുമല്ല. അവിടുത്തെ കാരുണ്യമുള്ളപ്പോൾ സുഗ്രീവന് വാനരരാജ്യം എത്രയോ നിസാരം. ഭൂമി മാത്രമല്ല, സ്വർഗവും കൂടി സ്തുത്യർഹമായ വിധത്തിൽ ഭരിക്കുവാൻ അനുജന് വിഷമം വരില്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.